അള്ളാഹുമായി യുദ്ധപ്രഖ്യാപനം നടത്തിയ ആൾക്ക് പറഞ്ഞിട്ടുള്ള ശിക്ഷകളുണ്ട്. അത് ഗുരുതരമായ ശിക്ഷകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ല, പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണെങ്കിലോ അതിനും അള്ളാഹു ശിക്ഷ നിശ്ചയിച്ചിട്ടുണ്ട്. അത് അത്തരം ചെയ്ത അവിവാഹിതരാണെങ്കിൽ അവർക്ക് 100 അടി അടിക്കണം, അങ്ങനെ ഒരു ഭരണകൂടം ആ ഒരു ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറഞ്ഞ വിഷയമാണ്. ഇനി അത് വിവാഹിതരാണെന്നുണ്ടെങ്കിൽ വ്യഭിചാരം ചെയ്തയാളെ എറിഞ്ഞു കൊല്ലണം എന്നതാണ് ഇസ്ലാമിന്റെ ശിക്ഷാവിധി. അപ്പോ സമൂഹത്തിൽ ഇത് ചെയ്യാനുള്ള ഒരു ഭയം ഉണ്ടാക്കുക, പേടി ഉണ്ടാക്കുക. ഇനി ഇപ്പൊ വ്യഭിചാരത്തെ പറ്റി പറഞ്ഞു, അത് പരസ്പര സമ്മതത്തോടു കൂടിയല്ല, ഒരു ബലാത്സംഗമാണ് നടന്നതെങ്കിൽ ബലാത്സംഗം ചെയ്തയാൾക്കാണ് മുഹാറബത്തിന്റെ ശിക്ഷ ലഭിക്കുക. അയാൾ ചെയ്ത ആ കഠിനമായ കുറ്റത്തിന് അയാൾക്കാണ് ശിക്ഷ ലഭിക്കുക. ആ ബലാത്സംഗം ചെയ്യപ്പെട്ട ഇരക്ക് ആ ശിക്ഷ ലഭിക്കുന്നില്ല. ആ ശിക്ഷ ഒരിക്കലും അയാൾക്ക് ലഭിക്കുന്നില്ല. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധങ്ങളാണെങ്കിലും സമ്മതമില്ലാത്തതാണെങ്കിലും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഗുരുതരമായ തെറ്റായി, പാപമായി പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ആ തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു സാമൂഹിക സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുകയും ചെയ്താൽ അതിന് ഗുരുതരമായ പാപങ്ങൾ പറയുകയും അത് ജനങ്ങളെ ശക്തമായി ബോധവൽക്കരിക്കണം. പരലോകത്ത് വലിയ ശിക്ഷ ഉണ്ട്. വ്യഭിചാരികളായ ആളുകളാണെങ്കിൽ അവർ നരകത്തിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത്, മുകൾ ഇടുങ്ങിയതും അടിവിശാലമായതുമായ നരകത്തിൽ കിടന്നെരിയും എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ്.